എന്നിട്ട് അയ്യോ എനിക്ക് പറ്റൂല, ഞാനങ്ങ് എടുക്കൂല. എടുക്കാനല്ലേ പറഞ്ഞു, മറ്റേ കക്ഷിയാണെന്ന് അറിയാൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ചേട്ടൻ വേണേ എടുത്തോ. എടുക്കെന്റെ പ്രേമേ. ഹലോ ഹലോ. അപ്പോഴേ ആരോരും അറിയാതെ, നീ പോലും അറിയാതെ ഞാൻ നിന്നെ കണ്ടു. എനിക്ക് സഹിക്കുന്നില്ല. ഞാൻ സ്വപ്നം കണ്ടതിലും ഒക്കെ സുന്ദരി. ഐ എം നോട്ട് ഫ്ലാറ്ററിംഗ്, പ്രോമിസ്. ബ്യൂട്ടിഫുൾ ലിപ്സ്, ബ്യൂട്ടിഫുൾ ബോഡി, വീനസിനെ പോലെ. എനിക്ക് കേൾക്കണ്ട, ചേട്ടൻ വേണേ കേട്ടോ. അപ്പോഴേ സാരിക്ക് പകരം സ്വിമ്മിംഗ് സൂട്ട് ആവുന്നതാണ് നല്ലത്. യു ലുക്ക് സോ നൈസ്. ഒന്ന് പിടിച്ചേ. ഞാൻ പിടിക്കൂല. ആ റാസ്കലിനോട് എവിടെയെങ്കിലും വരാൻ പറ. ചേട്ടാ എനിക്ക് പേടിയൊന്നു. അവന്റെ ശല്യം തീർക്കാൻ ഇതേ ഒരു വഴിയുള്ളൂ. എനിക്കൊന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്താ പറയണ്ടേ? അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയാന്ന് കാണുവാൻ ചോദിക്കാം. അതൊക്കെ ഇരിക്കട്ടെ. ചിരിച്ച് സോഫ്റ്റ് ആയിട്ട് ഞാൻ പറയുന്ന പോലെ. അതൊക്കെ ഇരിക്കട്ടെ, എങ്ങനെയാന്ന് കാണാൻ പറ്റുക ചോദിക്കാം. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ ഇരിക്കട്ടെ, നമ്മൾ എങ്ങനെയാ ഒന്ന് കാണാ? എന്താ അവൾ കാണുമെന്ന് പറയുന്നത്? അതെയോ? എവിടെയാ വരാൻ പറയണ്ടേ? പാർക്ക്, പാർക്ക്. അല്ലെങ്കിൽ വേണ്ട, മ്യൂസിയം പറ. മ്യൂസിയം മതി. പിന്നെ മ്യൂസിയത്തിൽ വന്നാൽ മതി. ആ മണ്ഡപത്തില്. എനിക്ക് തന്നെ അറിയാലോ, ഞാൻ കണ്ടുപിടിച്ചോളാം. ഒരു 5 മണിക്ക്. പിടിച്ചോ. മതിയായല്ലോ, ഇനി എന്തൊക്കെ വേണം? ഇനി ഒരു സൗണ്ടോടെ ഇറങ്ങി പോകാനും പറ. വേണ്ട, വീട്ടിലിരിക്കുന്ന ആളെ തിരക്കിടില്ല. 6 മാസം വീട്ടിലാണെങ്കിൽ 6 മാസം ലോകം ചുറ്റില്ല. നമുക്കും ജീവിക്കണ്ടേ മോളെ? അടുത്ത ടൂറിന് മുമ്പ് പോലീസ് അവനെ പിടിച്ചിരിക്കും. പോരെ? സാറേ, ഞങ്ങളിവിടെ മാറി നിന്ന് കണ്ട് ആസ്വദിച്ചോളാം. പിന്നെ എന്ത് കിട്ടിയാലും കൃത്യമായി വീതിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇടയിൽ അലിഖിത നിയമം. ആ ശരി ശരി. വളച്ചത് നീയാണെങ്കിലും അതിന്റെ പിന്നിലുള്ള ബ്രെയിൻ ഞങ്ങളുടെയാ. പന്ത് ഞങ്ങളുടെ കോട്ടിലേക്കൂടെ ഒന്ന് ഇട്ടേക്കണേ. ശരി ശരി, മാറി സൂക്ഷിച്ചൊക്കെ വേണേ. ഓൾ ദി ബെസ്റ്റ്. എഴുന്നേക്കടാ. സുഹിമാന്റെ ഒരു കിടപ്പ് കണ്ടില്ലേ? നീ അവളെ കാണണ്ട. അവൾ ഒറ്റയ്ക്കല്ല, കൂടെ പോലീസുണ്ട്. എന്നെ പിടിച്ചു കൊടുക്കാനാണ് ഭാവമെങ്കിൽ അതൊന്ന് കാണണമല്ലോ. അതൊന്നും പറഞ്ഞോണ്ടിരിക്കാ, വേഗം എന്തെങ്കിലും വഴി നോക്ക്. അവളെവിടെ നിപ്പുണ്ട്. ഒരു പേനട. എന്നെ പിടിപ്പിക്കാൻ എന്റെ പ്രേമേ, നീ ഒന്നുകൂടി ജനിച്ചു വരണം എന്ന് നിന്റെ യെസ്. ഇനി വന്നേ. ഒരു 2 രൂപ ഉണ്ടോ?
ആ ദാ ഇത് വെച്ചോ. പിന്നെ ആ നിൽക്കുന്ന മഞ്ഞ സാരി എടുത്ത ചേച്ചിയില്ലേ, ആ മഞ്ഞ സാരി എടുത്ത് ആ ചേച്ചിയുടെ ഇതുകൊണ്ട് കൊടുക്കണം. വായിച്ചു നോക്കരുത്. ഇതുകൊണ്ട് കൊടുത്താ ഉടനെ ഓടിക്കണം. ഓടിക്കണം. ഞങ്ങളെ വന്നെന്ന് പറയരുതേ. അവിടെ നിന്ന് ചേട്ടൻ തന്നതാ. എന്താ ഇതും കൊടുത്തു വിട്ടേച്ച് അയാൾ പോയി. എനിക്ക് പേടിയായിട്ട് വയ്യ. ഇതിൽ പേര് ഒരു നാണക്കേടുണ്ടോ മിസ്റ്റർ സോമശേഖരൻ? നിങ്ങൾ പറഞ്ഞു വിട്ട 2 വണ്ടി പോലീസുകാർ നോക്കി നിൽക്കേ അവൻ സുന്ദരമായിട്ട് നിങ്ങളെ വെട്ടിച്ചളഞ്ഞില്ലേ? വെറുതെ എന്താ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? ഇതൊക്കെ കാണാനോ? ജയകുമാർ ഇത്ര ചൂടായി സംസാരിക്കാൻ മാത്രം ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു സാധാരണ ക്രിമിനലിനെ പിടിക്കുന്ന പോലല്ല ഇത് എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മളൊരു ശ്രമം നടത്തി, പൂർണ്ണമായും വിജയിച്ചില്ല. സാറ് പറയുന്ന കേട്ട ഏതാണ്ട് നേടിയ മാതിരി തോന്നും. അവന് നേരിട്ട് തെറി പറയാൻ പറ്റാത്തതുകൊണ്ട് ഒരു കടലാസ് കൊണ്ട് എഴുതി കൊടുത്തയച്ചു, അത്ര തന്നെ. അത് തന്നെ ഒരു തെളിവാണ് മിസ്റ്റർ ജയകുമാർ. ഹലോ, യെസ് സർ, കോൾ ഫോർ യു. ഹലോ, യെസ്. അതെയോ? അപ്പോ ആ ലെറ്റർ ഉടനെ തിരിച്ചയച്ചേക്ക്. ശരി മിസ്റ്റർ വിജയകുമാർ, നമ്മൾ ഊഹിച്ച പോലെ തന്നെ. ജയകുമാർ, ഐ വിൽ കാച്ച് ഹിം ലൈക്ക് ദിസ്. ഞങ്ങൾക്ക് 2 ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഒന്നവന്റെ കയ്യക്ഷരം, മറ്റൊന്ന് ഹീസ് എ ഡ്രഗ് അഡിക്റ്റ്. പിന്നെ ഇവിടെ മയക്കുമരുന്ന് വിൽക്കുന്നു എന്ന് സംശയിക്കുന്ന സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്യും സർ. റെയ്ഡ് ചെയ്യണ്ട, ഒന്ന് വാച്ച് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ മിസ്റ്റർ ജയകുമാർ സംശയിക്കുന്നത് പോലെ അത്ര കഴിവില്ലാത്തവരൊന്നും അല്ല നമ്മുടെ പോലീസുകാർ. അല്ലായിരിക്കും. ഞാൻ ആരെയും ചെറുതായി കണ്ടില്ല സാർ. എന്റെ പ്രശ്നം പറഞ്ഞു, അത്രേ ഉള്ളൂ. എങ്ങനെയെങ്കിലും അവന്റെ ശല്യം ഒന്ന് ഒഴിവാക്കി തന്നാ മതി. മിസ്സസ് തനിച്ചാവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അതൊക്കെ നമുക്ക് പിടിക്കാമെന്ന് ധൈര്യമായിട്ട് പോയിക്കോളൂ. ശരി സാർ. അയാൾ പറഞ്ഞ് 100% ശരിയല്ലേ? നിങ്ങൾ കുറെ പോലീസുകാരെയും കുട്ടി സ്പോട്ടിൽ തന്നെ പോയി ഇറങ്ങിയോണ്ടല്ലേ അവൻ എസ്കേപ്പ് ചെയ്ത്? തന്നെയുമല്ല, നിങ്ങൾ യൂണിഫോം ഇട്ടുകൊണ്ട് പോയി തന്നെ വിട്ടിത്തമല്ലേ? ഇത്രയും പ്രതീക്ഷിച്ചില്ല സാർ. എന്തുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിച്ചില്ല? അവൻ പബ്ലിക് കോൾ ഓഫീസിൽ നിന്ന് മാത്രം ഫോൺ ചെയ്യാൻ ബുദ്ധി ഉപയോഗിക്കുന്നവനല്ലേ? അവനെ നിങ്ങൾ എങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു? അവർ തമ്മിൽ സംസാരിക്കുമ്പോൾ വളയാമെന്നാണ് ഞാൻ കണക്കൂട്ടിയത്. നിങ്ങളുടെ കണക്കൊന്നും എനിക്ക് കേൾക്കണ്ട. മേലാൽ ഈ കേസ് അന്വേഷണത്തിന് ഡിപ്പാർട്ട്മെന്റ് വാഹനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. സർ, എത്രയും പെട്ടെന്ന് അവനെ കസ്റ്റഡിയിൽ എടുക്കണം. സർ, ഇതിപ്പോ കളി കാര്യമാവുന്ന ലക്ഷണമാണല്ലോടാ. സത്യം പറഞ്ഞ എനിക്ക് പേടിയായി തുടങ്ങി. നീ പേടിക്കൊന്നും വേണ്ടടാ. ഏത് പോലീസാ വരുന്നത് നമുക്കൊന്ന് കാണണമല്ലോ. പറയാൻ എളുപ്പമുണ്ട്, പക്ഷെ അവരുടെ വീഡിയോ ഉണ്ടല്ലോ. ഇവനെ പോലൊരു പേടിത്തോണ്ടൻ. അഡ്വഞ്ചറസ് ആയിരിക്കണോടാ ലൈഫ്. അവളെന്നെ പിടിപ്പിക്കാൻ നോക്കിയതാണോടാ ജോണി? ഏയ്, നിനക്കൊരു ഉമ്മ തരാൻ നോക്കിയതല്ലേ? അപ്പോ അവളെന്നെ അങ്ങനെ വിളിച്ചതോ? ഓഹോ, സാർപ്പുഴ പഴയ ഡാർലിംഗിലാ. വിടാ, അവളെ ഒരു പാഠം പഠിപ്പിക്കാൻ എന്തോ ഒരു വഴിയും നോക്കുക. എങ്ങനെയാ നീ പറയണേ? ഐഡിയക്കാണോ പഞ്ഞം? നീ ഈ ഫോൺ പരിപാടി അങ്ങ് കണ്ടിന്യൂ ചെയ്യുക. അപ്പോഴേക്ക് എന്തെങ്കിലും വീണ് കിട്ടും. അതിന് നിങ്ങൾ തലപോകേണ്ട. 2 ഇംഗ്ലീഷ് കാസറ്റ് കണ്ടാ മതി. ഐഡിയ ഒക്കെ താനെ വന്നോളും. കൊള്ളാം. ഇതിനൊക്കെ മിടുക്കനാവൻ. കാര്യം വരുമ്പോ അവന്റെ പൊടി പോലും കാണില്ല. നിങ്ങൾക്ക് വല്ലതും പറഞ്ഞാൽ മതിയല്ലോ. നോക്കാം. ചേട്ടനില്ലാതെ ഇവിടെ കഴിയുന്ന ഓർക്കുമ്പോഴേ പേടിയാവുന്നു. എന്തൊക്കെ ആയാലും ഈ ചുറ്റിലൊന്നും കുറയ്ക്കില്ല. തുടങ്ങി പിന്നെ. ഞാൻ പെട്ടെന്ന് തിരിച്ചു വരില്ലേ? എന്റെ മോള് ധൈര്യമായിട്ടിരിക്കും, ഒന്നും ഉണ്ടാവില്ലെന്നേ. അവളെ കണ്ടു പിടിക്കേ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ അപ്പം എടുത്തു. ഓഫീസിൽ നിന്ന് കൃഷ്ണൻകുട്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വരുന്നവരെ അവനോട് നിൽക്കട്ടെ. ധൈര്യമായിട്ടിരിക്കണം. ഉമ്മതായിരിക്കേ. ശരി. പോട്ടെ മോളെ. ഇക്കിരി. ടാറ്റാ.
മോളെന്ന് മാറി. മോടെ മേലൊന്ന് കഴിയച്ച് വേറെ ഉടുപ്പെടുത്തിടീക്ക്. ഹലോ, ആരെ? സാവിത്രിയാണോ? അനീത്തിയോ? സാവിത്രി എവിടെ പോയി? ശരി, വരുമ്പം പ്രേമയൊന്ന് വിളിക്കാൻ പറയണം. പ്രേമ ജയകുമാർ. ആ, ഒന്ന് വിളിക്കാൻ പറയണം. വേറൊന്നുമില്ല. വെക്കട്ടെ. ആരാത്? ആരാത്? ഞാനാ. ഞാനോ? എന്നുവെച്ചാ? ആരാന്ന്? ഞാനാ, കൃഷ്ണൻകുട്ടി. താനായിരുന്നോ? വാ തുറന്നൊന്ന് പറഞ്ഞൂടെ? ചേട്ടൻ പോകുന്നതിന് മുമ്പ് വരായിരുന്നില്ലേ? ബസ് കിട്ടിയില്ല. ആ, ചായ കുടിച്ചായിരുന്നോ? ഇപ്പൊ വരാം. ഹലോ, ആരാ? ടൂർ പോയിരിക്കാണ്. ആ, ഞാൻ വിളിച്ചു പറയാം. ഡാഡിയുടെ ഒരു ഫ്രണ്ട്. സോറി. താ ഊണ് കഴിച്ചോ? എന്നാ പോയി കിടന്നോ. മോള് വാ, നമുക്ക് കിടക്കാം. എന്നാ വരയ്ക്ക് വേഗം. ഹലോ, ആ ജയേട്ടനാണോ? മോളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ദാ അടുത്തുണ്ട്, കൊടുക്കാം. എന്നാ മോളെ. മോളിങ് തന്നെ. പിന്നെ സഹദേവൻ ഒരാള് വിളിച്ചിരുന്നു, പറയാൻ പറഞ്ഞു. മറ്റേ ഫോണോ? ഇതുവരെ വന്നില്ല. ഷോ, ഞാൻ പേടിച്ചിരിക്കായിരുന്നു. ഇല്ല, ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നേ. മതി ടൂറൊക്കെ. ഞാനേ ചേട്ടന്റെ മുഷിഞ്ഞ ഷർട്ടും കെട്ടിപ്പിടിച്ച് കിടക്കുക. ഇല്ല, പോ അവിടുന്ന്. ടൂറും കൊണ്ടൊക്കെ മതി. വേഗം വാ. ശരി മോളെ, അതൊക്കെ എടുത്തു വെച്ചേ. വേഗമായിട്ട് കിടക്കാൻ വാ. എന്ന് വേഗം വരച്ചു തീർക്ക്. ഹലോ, മിസ്റ്റർ ജയകുമാറിന്റെ വീടല്ലേ? അതെ, മിസ്സസ് ആണ്. ഇവിടെ ഇല്ലല്ലോ സർ. 2 ദിവസവും വരാൻ. അതേ ടൂർ പോയിരിക്കാണ്. ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. ആ, പിന്നെ അവന്റെ ശല്യമൊന്നും ഉണ്ടായില്ലല്ലോ? 2 ദിവസമായിട്ട് ഒന്നുമില്ല സർ. നിങ്ങളെയൊക്കെ കണ്ടോണ്ടായിരിക്കും. ആ, ഒട്ടും പേടിക്കണ്ട, ഞങ്ങൾ നോക്കിക്കോളാം. ശരി സർ, താങ്ക്സ്. എഴുന്നേക്ക് മോളെ. മതി മതി, വാ കിടക്കാം. ഇന്ന് വരച്ച മതി. വാ.